വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. ഇന്ന് നമുക്ക് കുറച്ച് ബാക്ക് ടു സ്കൂൾ DIYs നോക്കാം. ഫസ്റ്റ് വണ്ണ് ഒരു മിനി ക്യൂട്ടായിട്ടുള്ള ഒരു നോട്ട്ബുക്കാണ് കേട്ടോ. നോ ഗ്ലൂ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള നോട്ട്ബുക്കാണ് കേട്ടോ. അപ്പം ആദ്യം ഞാനിത് 14-4 സെൻറ്റിമീറ്റർ സൈസിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സെയിം കുറച്ച് കട്ടിയുള്ള പേപ്പറും ഇതുപോലെ കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ വരച്ചു കൊടുത്തു. ഇനി നമുക്കിതിൽ ഇതുപോലെ ഹോളിട്ട് കൊടുക്കണം. അത് എല്ലാ പേപ്പറിലും നമ്മൾ ഇതുപോലെ ഹോളിട്ട് കൊടുക്കുകയാണ് മാർക്ക് ചെയ്തിട്ട്. ഇനി ഒരു ത്രെഡ് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പം നല്ല സിമ്പിളായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഗ്ലൂ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു മിനി ആയിട്ടുള്ളൊരു ക്യൂട്ട് നോട്ട്ബുക്കാണ്. അപ്പോൾ ഫൈനലി ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം സംഭവം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മിനി നോട്ട്ബുക്കാണ് കേട്ടോ. നമുക്ക് പോക്കറ്റ് ടൈപ്പ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് നോട്ട്ബുക്കാണ്. അപ്പം ഫസ്റ്റ് വണ്ണ് അടിപൊളിയായിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഈ കണ്ടൻറ് ക്രിയേഷനും അതുപോലെ സ്മോൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എനിക്കുള്ളതുകൊണ്ട് തന്നെ മോൻ്റെ ക്ലാസ്സിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ എനിക്ക് നല്ലോണം പറ്റാറില്ല കേട്ടോ. അത് മീൻസ് ടൈം ഉണ്ടാവാറില്ല. രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ തന്നെ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് രണ്ടും കൂടെ മാനേജ് ചെയ്ത് പോകുന്നതെന്ന്. അപ്പോൾ ഈ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ടെൻഷനാണ് കേട്ടോ, എങ്ങനെയാണ് ഞാൻ രണ്ടും കൂടി ചെയ്ത് പോവാന്നുള്ളത്. എങ്ങനെയൊക്കെയോ ആണ് കേട്ടോ ഞാൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇൻ്റർവെൽ ലേണിംഗ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നത്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അധികം ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ അവന് കുറേ ബേസിക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളിവിടെ UAE-യിലായതുകൊണ്ട് തന്നെ അവന് മലയാള സബ്ജക്റ്റ് അത്ര അറിയണ്ടായിരുന്നില്ല, എഴുതാനും വായിക്കാനും അറിയണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ അവന് ഏകദേശം ഇങ്ങനെ റെഡി ആയി വരുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇൻ്റർവെൽ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിലാണ് കേട്ടോ ജോയിൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു കോഴ്സിൻ്റെ പേര് പോലെ തന്നെ നല്ലൊരു ഫൗണ്ടേഷൻ തന്നെ നമുക്ക് ഓരോ സബ്ജക്റ്റിനും കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് വൈസ് ആണെങ്കിലും അതല്ലെങ്കിൽ സബ്ജക്റ്റ് വൈസ് ആണെങ്കിലും. പിന്നെ ഇവർ പഠിപ്പിക്കുന്ന ഒരു രീതി കൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും ക്ലാസ് ലീവാക്കാനോ ഒന്നും തോന്നില്ല കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. വെരി ഗുഡ്, ഗുഡ് ബോയ്. ഇപ്പൊ നമ്മള് ടർട്ടേഴ്സിനെ വരച്ചില്ലേ, ആമനെ വരച്ചില്ലേ, അത് ഏത് ലെറ്റർ കൊണ്ടാ വരച്ചത്? റാ. വെരി ഗുഡ്. ഇപ്പൊ ഇനി റാ മറക്കുവോ? ഇനി റാ മറക്കില്ലല്ലോ? ഓക്കെ, വെരി ഗുഡ്. ഇനി മാം എപ്പോഴാ ചോദിച്ചാലും മാമിന് എഴുതി തരണം കേട്ടോ. ഇപ്പം മലയാളം മാത്രമല്ല, ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും ഇംഗ്ലീഷോ ഹിന്ദിയോ ഏതാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിൻ്റെയൊക്കെ ബേസിക് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ വലിയ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് നല്ലോണം വരും. ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണിത്. പിന്നെ വരെ ഡയറക്റ്റ് അങ്ങോട്ട് വന്ന് ക്ലാസ് എടുക്കുകയല്ല കേട്ടോ. ഒരു അസസ്മെൻ്റ് ഒക്കെ നടത്തി ആ കുട്ടിയുടെ ലെവൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് അവർക്ക് അതിനനുസരിച്ചിട്ടാണ് ഓരോ ക്ലാസ്സും കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓരോ കുട്ടിക്കും ഓരോ ട്യൂട്ടറാണ് ഉണ്ടാവുക കേട്ടോ. പിന്നെ ഇവൻ തന്നെ കണ്ടില്ലേ, നല്ല ആക്റ്റീവായിട്ടാണ് കേട്ടോ ക്ലാസ്സിലിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലും മക്കൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റിയൊരു സൊല്യൂഷനാണ് കേട്ടോ ഇൻ്റർവെൽ ലേണിംഗ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റിലൊക്കെ പിൻ ചെയ്ത് വെക്കാം. അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ഹാൻഡ് മെയ്ഡ് നെയിം സ്ലിപ്പ്. ഇതിൻ്റെ ഒത്തിരി വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ഒരു നെയിം സ്ലിപ്പ് നിർബന്ധമാണല്ലോ ബാക്ക് ടു സ്കൂളിൽ. അങ്ങനെ നമ്മൾ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു A4 പേപ്പർ ഈ രീതിയിൽ മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഡ്രോ ചെയ്തിട്ടാണ് ഈ ഒരു നെയിം സ്ലിപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വരയ്ക്കാൻ അറിയില്ല എന്നാണെങ്കിൽ വിഷമിക്കേണ്ട. നമുക്ക് ഇതുപോലെ ട്രേസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആപ്പ് സ്റ്റോറിലാണെങ്കിലും പ്ലേ സ്റ്റോറിലാണെങ്കിലും അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ ട്രേസ് ടേബിൾ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതിൽ ജസ്റ്റ് ഇമേജ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര സൈസാണോ വേണ്ടതെന്നുള്ളത് സൂം ഇൻ അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്ത് ഇങ്ങനെ റീസൈസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ ഒരു ലോക്കിൻ്റെ ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്ക്രീന് മൂവ് ആവുമൊന്നുമില്ല കേട്ടോ. നല്ല ലൈറ്റിങ് തന്നെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ റൂമിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഇമേജ് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിത് ഓരോ
നെയിം സ്ലിപ്പും ഓരോ ഡിസൈനിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. സെയിം തീമല്ല ഫുള്ള് വരുന്നത്, ഓരോ തീമിലാണ് ഓരോന്നും ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ നമ്മൾ ഇട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ടൈപ്പ് ഓഫ് നെയിം സ്ലിപ്പും നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരുപാട് പേര് ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ലെങ്തി വീഡിയോ, പിന്നെ നമ്മളൊരു ബാക്ക് ടു സ്കൂൾ DIY ആയിട്ടാണല്ലോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കൂടെ എന്തായാലും ഒരു നെയിം സ്ലിപ്പ് നിർബന്ധമാണല്ലോ, അങ്ങനെ ഞാനിതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പം നമ്മളിതാ ഓരോ പിക്ചേഴ്സും ഇതിൽ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഇൻ്റർവെൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, ചെറിയ ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് വരെ എല്ലാ സബ്ജക്റ്റും അവർ ഇതുപോലെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ സബ്ജക്ട്സ് വൈസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ട് നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. സയൻസ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ബേസിക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്ലാസ് വരെയെങ്കിലും അത് ഭയങ്കര ഹെൽപ്ഫുൾ തന്നെ ആയിരിക്കും. അങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ലാംഗ്വേജസ് ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഇവിടെ മലയാളമാണ് അവന് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലെറ്റേഴ്സ് മുതൽ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള രീതിയിൽ അവർ ചെയ്തു തരും കേട്ടോ. അപ്പോൾ അത്രയും നമുക്ക് നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ട് ബേസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് അവർ നമുക്ക് ക്ലാസ് തരും. പിന്നെ 1.5 ഹവറാണ് ഈ ഒരു ക്ലാസ് ഉണ്ടാവുക. അത് തന്നെ നമുക്ക് ഏത് ടൈമാണോ പറ്റുക ആ ഒരു ടൈമിൽ തന്നെയാണ് അവർ വന്ന് നമുക്ക് ക്ലാസ് ചെയ്ത് തരാം കേട്ടോ. നമ്മുടെ വ്യൂവേഴ്സിന് തന്നെ ഒത്തിരി ക്ലാസ്സിൽ ഒക്കെ പോകുന്ന കുട്ടികളാണല്ലേ ഉള്ളത്. അപ്പം അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അതല്ല പേരൻസ് ആണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും കുട്ടികളിങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും നല്ലൊരു ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു ഇൻ്റർവെൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ റൂളർ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം. നോർമൽ ഇതുപോലെ ട്രാൻസ്പാരൻറ്റ് റൂളറായിരിക്കും അധികം പേരുടെ കയ്യിലുണ്ടാവും കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒക്കെ നമ്മളൊക്കെ പഠിച്ച കാലത്ത് ഇത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരുപാട് ക്യൂട്ട് ടൈപ്പ് റൂളർ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ വാങ്ങിക്കാൻ പറ്റാത്തവർ അല്ലെങ്കിൽ കിട്ടാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയ എന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന്, ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു ഡ്രോയിങ് ആണ് കേട്ടോ. എല്ലാവർക്കും ചെയ്യാം, വലിയ എക്സ്പേർട്ട് ആയിരിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള കുറച്ച് ഫ്ലവേഴ്സാണ് നമ്മളിതിൽ ഇതുപോലെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇൻ കേസ് അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ്. പിന്നെ നിങ്ങളുടേതായ രീതിയിലും വരച്ചു കൊടുക്കുക. നമ്മുടെ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് നമുക്കിതുപോലെ വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ക്യൂട്ടായിട്ടുള്ള സ്കെയിൽ അല്ലെങ്കിൽ റൂളർ റെഡിയാക്കിയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ അടുത്തത് നമ്മുടെ മെമ്മോ പാഡ് അല്ലെങ്കിൽ നോട്ട് പാഡാണ് കേട്ടോ. ഇത് കുറച്ചും കൂടെ വരയ്ക്കാനൊക്കെ കുറച്ച് മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റും, അല്ലാത്തവർക്കും പറ്റും. അപ്പം ഇത് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഇതുപോലെ കുറച്ച് ഡിസൈൻസ് നമ്മുടെ നോർമൽ A4 പേപ്പറിൽ കളർ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. കുറച്ചധികം പേജ് ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ പിൻട്രസ്റ്റ് എടുക്കുക, അതിൽ ക്യൂട്ട് ബോർഡേഴ്സ് അല്ലെങ്കിൽ ക്യൂട്ട് വാൾപേപ്പേഴ്സ് എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ ഒത്തിരി ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ചൊരു പിൻട്രസ്റ്റ് വൈബൊക്കെ വരുന്ന നമ്മുടെ വലിയ വലിയ ഇൻ്റർനാഷണൽ പേജിലൊക്കെ കാണുന്ന ടൈപ്പ് ഈ മെമ്മോ പാഡിനൊക്കെ ഡിസൈൻസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ആ 3 ഡോട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് നമ്മുടെ ക്യാൻവ ആപ്പിലേക്ക് വരിക. അപ്പോൾ അതെങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന് ഞാൻ ഇവിടെ കാണിക്കില്ല, എല്ലാ എൻ്റെ വീഡിയോസിലും ഇത് ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ്. അപ്പം അതിൽ ജസ്റ്റ് ആ ഒരു ഇമേജ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് നമ്മളിത് അതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ A4 സൈസിലാണ് ഈ ഒരു ഡോക്യുമെൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം ഈ ഒരു ഡിസൈൻ 2 ഇമേജ് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് A5 സൈസാണ് വരിക ഒരു മെമ്മോ പാഡ്. പിന്നെ ഇതാ 4 എണ്ണം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് A6ലാണ് സൈസ് വരുന്നത് കേട്ടോ. അപ്പം A4ൽ നമുക്കിതുപോലെ 4 എണ്ണം വെക്കാൻ പറ്റും ഇമേജ്. അപ്പം ഇനി നമ്മളിത് ജസ്റ്റ് മുകളിൽ ആ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൽ ബെസ്റ്റ് ഫോർ PDF പ്രിൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കളർ പ്രൊഫൈൽ CMYK സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്ത്
ചെയ്ത് PDF എടുക്കുക, എന്നിട്ട് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ പ്രിൻറ്റിങ് കഴിഞ്ഞ് നമ്മളിതാ ഇത് ഫുൾ ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആ ഒരു A5 സൈസിൽ വരുന്ന ആ ഒരു മെമ്മോ പാഡ് അല്ലെങ്കിൽ നോട്ട് പാഡാണ്. ഇനി ഞാനിത് അതുപോലൊരു 4x ബോർഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഫോം ബോർഡ് എന്നും പറയും. അപ്പം ഇതാണ് ഇതിൻ്റെ അടുത്ത് കുറച്ച് വേസ്റ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് കാർഡ്ബോർഡ് പീസ് എടുത്താലും മതി കേട്ടോ. ഇനി ഞാനിത് അതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഈ ഒരു സൈഡിൽ കൂടെ നമ്മുടെ വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു നൈറ്റ് ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് സ്റ്റിക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു മെമ്മോ പാഡ്, നമ്മുടെ നോട്ട് പാഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോം ബോർഡ് ഭയങ്കര പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാനൊന്ന് അതൊന്ന് കളർ ചെയ്ത് കൊടുക്കുക വിചാരിച്ചിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനും അക്രിലിക് പെയിൻറ്റ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫൈനലി ഞാനതൊന്ന് ഡെക്കറേറ്റും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഭയങ്കര പ്ലെയിൻ ആയിട്ട് തോന്നിയിട്ട്. അപ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ബോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കൂ കേട്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ. ഇപ്പോൾ ഇതുപോലെ നമ്മൾ പ്രിൻറ്റ് ചെയ്തതുകൊണ്ട് തന്നെ വരച്ചതല്ലല്ലോ, നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ വാങ്ങിച്ചതുപോലെ തന്നെ തോന്നും കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐഡിയ തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. നമുക്ക് സ്കൂളിലും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ അല്ലാതെ ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ തന്നെ ആയിട്ടുള്ളൊരു ഐഡിയ തന്നെയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ ലേസർ പ്രിൻറ്റിംഗ് ആണ് കേട്ടോ ചെയ്തത്. മിക്കതും ഞാൻ അത് തന്നെയാണ് ചെയ്യാറുള്ളത്. അതല്ലെങ്കിൽ ഇങ്ക്ജെറ്റ് പ്രിൻറ്റിങ്ങും ചെയ്യുക, അതും നല്ലത് തന്നെയാണ്. അടുത്തത് നല്ല സിമ്പിളായിട്ടുള്ള ട്രാൻസ്പാരൻറ്റ് പൗച്ചാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു OHP ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് OHP ഷീറ്റ് എന്നാണ് പറയുക. പ്രിൻറ്റിങ് ഷോപ്പിലൊക്കെ അത് അവൈലബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ ഓൺലൈനിൽ കിട്ടും. പിന്നെ അതുപോലെ സ്റ്റേഷനറി ഷോപ്പിലും ഇപ്പോൾ ഒക്കെ കാണാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ ഉണ്ടാവും. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ലൊരു കട്ടിയുള്ള ടൈപ്പ് ട്രാൻസ്പാരൻറ്റ് കവർ കിട്ടാറുണ്ടല്ലോ, അപ്പോൾ അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ഇത് ഞാൻ നമ്മുടെ ട്രാൻസ്പാരൻറ്റ് ഫ്രെയിമൊക്കെ ട്രെൻഡിങ് ടൈം ഉണ്ടായിരുന്നല്ലോ, ആ ടൈമിൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നോർമലി ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കിപ്പം ഇതുപോലെ കുറേ DIY കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിതുപോലെ നോർമൽ നമ്മുടെ ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടല്ലോ, അത് വെച്ച് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് തിന്നായിട്ടുള്ള ടാപ്പ് എടുത്താൽ മതി. പിന്നെ നമ്മളിത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു കട്ടിയുള്ള ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക വാഷി ടേപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണ് കേട്ടോ ഈ ഒരു പൗച്ച് റെഡിയാക്കുക എന്നുള്ളത്. എന്തായാലും ട്രൈ ചെയ്യുക. ഇനി നെക്സ്റ്റ് DIY നോട്ട്ബുക്ക്. നമുക്ക് എന്തായാലും സ്കൂളിലേക്ക് വേണ്ട ഒരു സാധനമാണ്, ഒരു റഫായിട്ടൊരു നോട്ട്ബുക്ക് വേണം എന്നുള്ളതല്ലേ. അപ്പോൾ നമുക്ക് തന്നെ ഒരു നോട്ട്ബുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ പഴയ നോട്ട്ബുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നോർമൽ A4 പേപ്പർ എടുത്താണ്. നിങ്ങൾക്ക് ഇപ്പോൾ പഴയ നോട്ട്ബുക്കിൻ്റെ ബാലൻസ് പേജൊക്കെ ഉണ്ടാവുമല്ലോ, അതെടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ ഞാൻ ബാക്കിൽ ചട്ട പോലെ ആക്കാൻ വേണ്ടിയിട്ട് ചാർട്ട് പേപ്പർ കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ കൂട്ടി നമ്മളിതാ ഒരു ലോങ് ടൈപ്പ് സ്റ്റേപ്ലെയർ വെച്ചിട്ടാണ് ഞാനിതിപ്പോൾ സ്റ്റേപ്ലെയർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നവർക്കാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. എല്ലാവരുടെ കയ്യിലും ഇത് ഉണ്ടാവണം എന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റും കൂടുതലാണ്. ഓൺലൈനാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഈ ബുക്ക് ഇതുപോലെ സ്റ്റേപ്ലെയർ ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ടെൻഷൻ അടിക്കേണ്ട, അതിന് പറ്റിയ വഴിയുണ്ട്. എല്ലാവരുടെടുത്തും ഇതുപോലുള്ള നോർമൽ സ്റ്റേപ്ലെയർ ഉണ്ടാവില്ലേ, അപ്പം അത് ചെറിയ പിന്നിൻ്റെ കൊണ്ട് വലുതും ഉണ്ട് സൈസ് വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് വലിയ പിന്ന് വരുന്ന ടൈപ്പ് സ്റ്റേപ്ലെയർ ആണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ബുക്ക് പിൻ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. പിന്നെ വേണ്ടത് ഇതുപോലൊരു എറൈസർ ആണ്. അപ്പോൾ ഇത് പാക്കൊന്നും പൊട്ടിച്ചില്ല കേട്ടോ, പുതിയൊരു എറൈസർ ആണ്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റേപ്ലെയർ ചെയ്യേണ്ട ആ ഒരു സൈഡിൻ്റെ നേരെ ബാക്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബുക്ക് ഉള്ളോട്ട് മടിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ പിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ നേരെ തിരിച്ചായിരുന്നു ചെയ്തത്, പിന്നെ മാറ്റി ആണ് പിന്നെ പിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇറേസർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാവും. അത് നമുക്ക് പ്രസ് ചെയ്തിട്ട് അവിടെ കുടുക്കി കൊടുക്കുക. അപ്പോൾ ഇത്രേ പണിയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള നോർമൽ സ്റ്റേപ്ലെയർ വെച്ചിട്ട് തന്നെ നമുക്കിതുപോലെ ബുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ട് ഉള്ളൊരു ഹാക്ക് തന്നെയാണ്, ഒന്ന് ചെയ്ത് നോക്കുക.
അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വന്ന നോട്ട്ബുക്കിന് ഒരു കട്ടിയുള്ള ചാർട്ട് പേപ്പറും വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഞാനൊന്ന് ഇതുപോലെ ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്തൊക്കെ എടുത്തു. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനല്ലോ. അപ്പം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഡെക്കറേഷൻ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്ത് ഇതുപോലെ ഗ്രിഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഡെക്കറേഷൻ തന്നെയാണ്. അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ മെഷർ ചെയ്ത് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൽ ഒരു ബെറീസ് വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നെക്സ്റ്റ് ബെറീസ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഈ സമയത്താണ് എനിക്ക് ചെറിയായിട്ടൊരു അബദ്ധം പറ്റിയത്. കാരണം ഇത് ഫുള്ള് വരച്ച് കഴിഞ്ഞപ്പം ഇതെന്താ പറയുക, നമ്മൾ ജയിലിലൊക്കെ ഇട്ട പോലെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും ആ ഗ്രിഡ് വരയ്ക്കുന്നതിന് മുമ്പ് ഒന്നെങ്കിലും ഇത് വരച്ചു കൊടുത്താൽ മതിയായിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ പേപ്പറിൽ വരച്ചിട്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും പറ്റിപ്പോയില്ല. പിന്നെ ഇതിക്ക് ഒന്നും ചെയ്യാനൊന്നും തോന്നിയില്ല, അങ്ങനെ തന്നെ വെക്കാൻ തന്നെ തോന്നിയത് കേട്ടോ. ഈ ഒരു മോഡൽ ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു നോട്ട്ബുക്ക് തന്നെയാണ്, ട്രൈ ചെയ്യുക. ഇനി നമുക്ക് ലാസ്റ്റ് ഉള്ളൊരു DIY ആണ് നമ്മുടെ പേപ്പർ ഫയൽ. എല്ലാവർക്കും വേണ്ട ഒരു സാധനമാണ് അല്ലേ. പല പേപ്പേഴ്സും നമ്മളടുത്ത് ചെറിയ ഇമ്പോർട്ടൻറ്റ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു DIY ആയിട്ടുള്ളൊരു പേപ്പർ ഫയൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ ഇതുപോലെ വൈറ്റ് ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഒരു A4 സൈസ് പേപ്പറൊക്കെ വെക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെങ്ങോട്ട് കുറച്ചും കൂടെ അധികം സൈസ് നമ്മൾ എടുക്കണം. അപ്പോൾ ഇവിടെ 62-37 സെൻറ്റിമീറ്റർ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. അതൊരു 26 സെൻറ്റിമീറ്ററിൽ ആദ്യം നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ കോർണർ കട്ടിങ് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ കണ്ടോ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്യുക കേട്ടോ. എന്നതിന് ശേഷം നമ്മളിതാ ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്ത് സൈഡിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് തിന്ന് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് രണ്ട് സൈഡിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പേപ്പേഴ്സൊക്കെ വെക്കാനുള്ള ആ ഒരു പോർഷൻ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു 10-11 സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാക്കി പോർഷൻസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. ഞാൻ കുറച്ച് എക്സ്ട്രാ ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഇതാ നമ്മുടെ ഒരു ഫയലൊക്കെ പോലെ രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ ഒരു ഡിസൈനൊക്കെ ഇതിൽ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബെയർ തീമാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ വേഗം നോക്കിക്കോളൂ കേട്ടോ. ഓരോന്നും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ തന്നെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമൊക്കെ കിട്ടുമല്ലോ, അങ്ങനെയുണ്ട്. അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ളതാണ് നമ്മുടെ പേപ്പർ ഫയൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഫോൾഡ് ചെയ്യുന്ന ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ കട്ട് ചെയ്ത് ചെറുതാക്കാം കേട്ടോ. കാരണം അങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മടങ്ങുന്ന പോലെ തോന്നിയിട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ക്യൂട്ടായിട്ട് നമ്മുടെ A4 സൈസിലൊക്കെ ഉള്ള പേപ്പേഴ്സൊക്കെ നമുക്കിതിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാർട്ട് പേപ്പർ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ബാക്ക് ടു സ്കൂൾ DIY ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.